ഹലോ എവരിവൺ, എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. SSC CGL 2025 വേണ്ടിയുള്ള മാത്സിന്റെ ക്ലാസ്സുകൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് അതിന്റെ 7ാമത്തെ ക്ലാസ് ആണ്. നമ്മൾ ഇതിനോടകം 6 ടോപ്പിക്കുകൾ, അതിൽ നിന്നും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ വീതം 60 ക്വസ്റ്റ്യൻസ്, ഏറ്റവും അടിപൊളിയായിട്ടുള്ള ബെസ്റ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകളാണ്. എങ്ങനെയാണ് ഓരോ ക്വസ്റ്റ്യൻസും അപ്രോച്ച് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല ക്വസ്റ്റ്യൻസിനെ എങ്ങനെ ചെയ്യാം, അപ്പൊ അതിന്റെ കൺസെപ്റ്റ് അറിയുന്നത് വഴി നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റും. അപ്പോൾ ബേസ് കാണാൻ വേണ്ടി ഏതൊക്കെ ക്ലാസ്സുകൾ കാണണം, എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് ക്ലാസ് പോകുന്നത്. അപ്പോൾ മുന്നത്തെ ക്ലാസ്സുകൾ കണ്ടിട്ടില്ലെങ്കിൽ ദയവായിട്ട് ആ ക്ലാസ്സുകൾ കാണാൻ ശ്രമിക്കുക. അപ്പൊ ഇന്ന് നമ്മൾ പെർസെൻറ്റേജ് എന്ന് പറയുന്ന ടോപ്പിക്കിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അധികം ആരും ചെയ്യാത്ത എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ചെയ്യാത്ത ക്വസ്റ്റ്യൻസ്, അത് ചെയ്ത് കഴിഞ്ഞുള്ള ഗുണം നിങ്ങൾക്ക് നോർമൽ ക്വസ്റ്റ്യൻസും ചെയ്യാം, നല്ല ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഈ ഒരു സീരീസ് ഇങ്ങനെ ഒരു പേരിട്ട് ബെസ്റ്റ് ക്വസ്റ്റ്യൻ സീരീസ് എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റേഷ്യോ പ്രൊപ്പോർഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഓൺലൈൻ ക്ലാസ്സുകളുടെ ഡീറ്റെയിൽസ് ആണ്. നിങ്ങൾക്ക് ഈ ഒരു നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും, ഏതൊക്കെ ക്ലാസ്സുകളാണെന്നും എല്ലാം അറിയാൻ പറ്റും. ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്, അത് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്ത് ക്ലാസ്സുകൾ നോക്കാവുന്നതാണ്. ഇത് ഓഫ്ലൈൻ സെന്റേഴ്സിന്റെ ഡീറ്റെയിൽസ് ആണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 11/5 of a number A is 22% of a number B. The number B is equal to 2.5% of a third number C. If the value of C is 5500, then the sum of 80% of A and 40% of B. ഇതെന്താണെന്നാണ് ചോദ്യം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ പെർസെൻറ്റേജ് എന്താണെന്ന് അറിയാതെ ഒരു രക്ഷയില്ല. ഇതിന് ഈ ക്വസ്റ്റ്യൻ ഈ ചാപ്റ്റർ പഠിക്കുന്നതിന് മുമ്പേ വേണ്ടുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് പെർസെൻറ്റേജിന്റെ ബേസിക് ക്ലാസ് ആണ്. അത് ദിശ അക്കാഡമിയിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ SSC GD 2022 വേണ്ടി ചെയ്ത ക്ലാസ് കാണാൻ പറ്റും. പെർസെൻറ്റേജ്, അതുപോലെ തന്നെ ഡെയിലി ഉള്ള കാൽക്കുലേഷൻ എക്സസൈസ്, ഇത് രണ്ടും വളരെ അനിവാര്യമാണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി. അപ്പൊ ഇതിന്റെ ബേസിക് മെത്തേഡ് നമുക്ക് നോക്കാം. 11/5 ഓഫ് എ നമ്പർ എ. അപ്പൊ നമുക്ക് 11/5 ഓഫ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു ആണ്, ഇൻറ്റു എ ഈക്വൽ ടു 22% നമുക്ക് 22/100 എന്ന് എഴുതാം. ഓഫ് നമ്പർ ബി ആണ്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? എയുടെയും ബിയുടെ റേഷ്യോ കണ്ടുപിടിക്കാം. A/B എന്ത് കിട്ടും? നമുക്ക് 11ഉം 22 2 ക്യാൻസൽ ആവും. ഇത് 5, ഇത് 20 ആണ്. 2ഉം 20ഉം കൂടെ 1/10 എന്ന് വരും. ഇവിടെ 10 വരും. അപ്പോൾ A/B എന്ന് പറഞ്ഞാൽ 1/, താഴെ കിടക്കുന്ന 10. അതായത് A 1 ആണെങ്കിൽ B എത്രയാണ്? 10 ആണെന്ന് നമുക്ക് കിട്ടും. ഇത് റേഷ്യോ ആണ്, ജസ്റ്റ് റേഷ്യോ ആണ്. A 1 ആണെങ്കിൽ B 10 ആണ്. A 10 ആണെങ്കിൽ B എന്താവും? 100 ആവും. റേഷ്യോ ആണ്. A 1 ആണെങ്കിൽ B 10 ആണ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ആദ്യത്തെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് സെന്റൻസിൽ നിന്ന് മനസ്സിലായി. The number B is equal to 2.5% of a third number C. ഇതിനു വേണ്ടിയാണ് ഫ്രാക്ഷൻ വാല്യൂ, ഫ്രാക്ഷൻ ടു പെർസെന്റേജ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണാതെ പഠിക്കുന്നത്. 2.5% എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷനിൽ എത്രയാണ്? 1/40 ആണ്. 5% 1/20 ആണ്. 5ന്റെ പകുതിയാണ് 2.5. അതുപോലെ 1/20യുടെ പകുതിയാണ് 1/40. 1/20 ഇൻറ്റു 1/2 ആണ്. 1/40 ആണ് 2.5. അതിന്റെ അർത്ഥം എന്താണ്? ഓഫ് എ തേർഡ് നമ്പർ സി. സി എന്ന് പറയുന്ന നമ്പർ 40 ആണെങ്കിൽ ബി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ആണെന്നാണ് എന്റെ 1/40 ഓഫ് എ തേർഡ് നമ്പർ സി. സി 40 ആണെങ്കിൽ അതിന്റെ 1/40 1 ആണ് എന്തെന്ന് പറയുന്നത്? ബി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പറയുന്നു ബി 10 ആണ്, ഇവിടെ പറയുന്നു ബി 1 ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ബി 1 ആയാൽ സി എത്രയാണ്? 40 ആണ്. എന്നാൽ ബി 10 ആവുമ്പോഴോ? ബി 10 ആവുമ്പോൾ സി എത്ര ആവും? 400 ആവും. റേഷ്യോ 1:4 ആവണമെന്നേ ഉള്ളൂ, 1:40 ആവണമെന്നേ ഉള്ളൂ. ബി ഈ നമ്പറിനെ ഞാൻ 10 കൊണ്ട് ഗുണിക്കുമ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? 10 കൊണ്ട് ഗുണിക്കണം. റേഷ്യോയുടെ ബേസിക് പ്രോപ്പർട്ടി ആണ്. അപ്പൊ A 1 ആണ്, B 10 ആണ്. അങ്ങനെയാണെങ്കിൽ സി എത്ര ആവും? സി 400. ബി 10 ആവണമെങ്കിൽ സി 400. ഇതാണ് എന്റെ ബേസിക് മെത്തേഡ്. ഇതായിരിക്കും ബാക്കിയുള്ളവരുടെ ഷോർട്ട് കട്ട് മെത്തേഡ് എന്ന് പറയുന്നത്. എന്റെ എക്സാം മെത്തേഡ് കാണിച്ചാൽ ഇപ്പൊ ഇവിടെ പറയുന്നു ഈ 400ന്റെ വാല്യൂ, 400 യൂണിറ്റിന്റെ വാല്യൂ ആണ് ക്വസ്റ്റിന് തന്നിരിക്കുന്നത്. എത്ര? 5500 ഒറിജിനൽ വാല്യൂ ആണ്. 400ന്റെ വാല്യൂ ആണ് ക്വസ്റ്റിന് തന്നിട്ടുള്ള 5500. നമുക്ക് എന്താ വേണ്ടുന്നത്? നമുക്കപ്പോ റേഷ്യോയിൽ നിന്ന് എന്താ വേണ്ടുന്നത്? റേഷ്യോയിൽ 400 ആയിരുന്നു സി എങ്കിൽ A 1ഉം B 10 ആയിരുന്നു. പക്ഷെ ഇവിടെ 400ന്റെ വാല്യൂ 5500 തന്നിട്ടുണ്ട്. നമുക്ക് വേണ്ടുന്നത് എന്താണ്? 80% ഓഫ് എ. 80% എന്ന് പറഞ്ഞാൽ എന്താണ്? 0.8 ആണ്. 80/100 ആണ്, അല്ലെങ്കിൽ 4/5 ആണ്. എല്ലാം പെർസെന്റേജിൽ പഠിച്ചിട്ടുള്ളതാണ്. 80% ഓഫ് എ. എ എത്രയാണ് റേഷ്യോയിലെ? 1 ആണ്. അപ്പം 1ന്റെ 80%. 1ന്റെ 80% എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 80/100, അല്ലെങ്കിൽ 80% എന്ന് പറഞ്ഞാൽ 80/100 0.8 ആണ്. അപ്പോൾ 1ന്റെ 80% 0.8 പ്ലസ് 40% ഓഫ് ബി.
ബി എത്രയാണ് ഇവിടെ 10 ആണ്. 10ന്റെ 40% എന്ന് പറഞ്ഞാൽ 10ന്റെ 10% 1 40% 1 ഗുണം 4 4 അപ്പോൾ റേഷ്യോയിലെ 400ന്റെ വാല്യൂ ഒരു 5500. റേഷ്യോയിലെ 4.8ന്റെ വാല്യൂ ആണ് വേണ്ടത്. ഇത് രണ്ടും പോയി. ഇത് 4.8/4 എന്ന് പറഞ്ഞാൽ 1.2 ആണ്. അപ്പൊ നമ്മുടെ ആൻസർ 55 ഉണ്ട്. 55 എന്ന് പറഞ്ഞാൽ ഇവിടെ ഇത് 11ന്റെ മൾട്ടിപ്പിൾ ആണ്. ഇപ്പൊ 11ന്റെ മൾട്ടിപ്പിൾ ആണ്. ഈ ഓപ്ഷനും അല്ല, ഈ ഓപ്ഷനും അല്ല. പിന്നെ എന്തുണ്ട്? ഇതിനകത്ത് 3 ഉണ്ട്. 80നകത്ത് 3 ഇല്ല. ഇതിനകത്ത് എന്തുണ്ട്? 3 ഉണ്ട്. അപ്പൊ 66 ആണ് ആൻസർ. വേണമെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 55 × 1 55, 55 അധികം 0.2 × 55, അതായത് 2/10 × 55 110/10 11 ആണ്. 66. എങ്ങനെയാണ് ഇതിന്റെ ബേസിക് മെത്തേഡ്? ഇനി ഇത് എക്സാമിന് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് നന്നായിട്ട് പഠിച്ച് നമ്മുടെ ക്ലാസ് ഒക്കെ എടുത്ത് പഠിക്കുവാണെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും. നമുക്ക് 11/5 നമ്പർ A is 22% ഓഫ് നമ്പർ B. A/B ഡയറക്റ്റ് ഇവിടെ തന്നെ എഴുതാം. 11 22 കൂടെ വെട്ടി 2 വന്നു ബൈ 100 ആണ്. ഇവിടെ 5 ഉണ്ട്. 5-നകത്ത് 100 2/20 1/10 എന്ന് എഴുതാം. ഇനി B is equal to 2.5% ഓഫ് തേർഡ് നമ്പർ. C 40 ആണെങ്കിൽ B എത്രയാണ്? 1 ആണ്. അപ്പോൾ 1ന് വരെ 10 വന്നിട്ടുണ്ടായതുകൊണ്ട് C എത്ര? 400 ആവും. അപ്പൊ 400ന്റെ വാല്യൂ ആണ് 5500. അപ്പൊ നമുക്ക് 4ന്റെ വാല്യൂ ആണ് 55. നമുക്ക് എന്ത് വേണം? 80% ഓഫ് A 0.8 40% ഓഫ് B 4.8. 4.8/4 ഇവിടെ 1.2 വരും. ആൻസർ 11ന്റെ മൾട്ടിപ്പിൾ. അതിനകത്ത് 3 ഉണ്ട്. അങ്ങനെയുള്ള ഓപ്ഷൻ B. ഇതേ കാര്യം തന്നെ ഞാൻ എന്ത് ചെയ്തു? പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ ഈ ഒരു ലെവലിലോട്ട് എത്തിക്കാൻ ശ്രമിക്കും. ഇതാണ് എന്റെ കൺസെപ്റ്റ്. ഇതിനു വേണ്ടി ബേസിക് ആയിട്ടുള്ള പെർസെന്റേജ് നിങ്ങൾ എന്ത് ചെയ്യണം? അടുത്ത ക്വസ്റ്റ്യൻ. ഒരാളുടെ ആനുവൽ ഇൻകം ഇൻക്രീസ്ഡ് ബൈ 5 ലക്ഷം. But the tax on income that he has to pay has reduced from 12% to 10%. Now he pays 10,000 more income tax. What is the increased income in rupees? ഒരാളുടെ ഇൻകം 5 ലക്ഷം രൂപ കൂടി. അയാൾ ആദ്യമേ ഇൻകത്തിന് 12% ടാക്സ് കൊടുക്കുന്നത്. ഇപ്പോ കൂടിയ ഇൻകം ടോട്ടൽ ഇൻകത്തിന്റെ 10% കൊടുത്താൽ മതി അയാൾക്ക് ഇൻകം ടാക്സ്. എന്നാൽ അയാൾ 10,000 രൂപ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻകം ടാക്സ് കൂടുതൽ കൊടുക്കുന്നു. അപ്പൊ അയാളുടെ കൂടിയ പൈസ, അതായത് ടോട്ടൽ ഇപ്പോൾ അയാൾക്ക് എത്ര ഇൻകം ഉണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നമുക്ക് എക്സ് വെച്ച് ചെയ്യാം. എക്സ് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇനിഷ്യൽ ഇൻകം എക്സ് ആണെന്ന് കരുതും. അപ്പൊ ഇതിന്റെ എക്സ് വെച്ചുള്ള മെത്തേഡിനേക്കായി ഞാൻ ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ് പറയാം. അപ്പൊ ഇനി ബേസിക് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഡീറ്റെയിൽ ആയിട്ട് പറയുവാണെങ്കിൽ ഇത് എങ്ങനെ പറയും? ബേസിക് ആയിട്ട് നമുക്ക് അയാളുടെ എക്സ് ആയിരുന്നു അയാളുടെ ഇൻകം എങ്കിൽ ഇപ്പൊ എത്രയാണ്? എക്സ് പ്ലസ് 5 lakhs ആണ് അയാളുടെ ഇൻക്രീസ് ഇൻകം. ഇപ്പൊ എത്രയായി? എക്സ് പ്ലസ് 5 lakhs 5 എല്ലാം ഇൻകം. അപ്പൊ ഇപ്പോഴത്തെ കേസ് അയാൾ എത്ര ശതമാനം ഇൻകം കൊടുക്കുന്നത്? ഇൻട്രസ്റ്റ് കൊടുക്കുന്ന ഇൻകം ടാക്സ് കൊടുക്കുന്നത് 10%. 10% നമുക്ക് 10/100 0.1 എന്ന് കൊടുക്കാം. 0.1 × എക്സ് പ്ലസ് 5 lakh അതാണ് ഇപ്പൊ കൊടുക്കുന്ന ഇൻകം ടാക്സ്. ആദ്യം കൊടുത്തിരുന്ന എത്രയായിരുന്നു? എക്സ് എന്ന് പറയുന്ന ഇൻകം അതിന്റെ 12%. 12% 0.12 ആണ്. അതേ ഇൻറ്റു എക്സ്. ആ ഡിഫറൻസ് ആണ്. ഇതാണ് ഇപ്പൊ കൊടുക്കുന്ന ഇൻകം ടാക്സ്. ഇതാണ് നേരത്തെ കൊടുത്തിരുന്ന ഇൻകം ടാക്സ്. അതിന്റെ വാല്യൂ ആണ് 10,000 തന്നിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യണം? എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. എന്നിട്ട് ആൻസർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എക്സ് എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ഇൻകം ആണ്. എക്സ് പ്ലസ് 5 lakh ആയിരിക്കും നമ്മുടെ ആൻസർ. പക്ഷെ ഇതാണ് ഇതിന്റെ ബേസിക് മെത്തേഡ്. പക്ഷെ ഇതേ കാര്യത്തെ ഞാനൊരു കോമൺ സെൻസ് വെച്ച് ഒന്ന് പറയട്ടെ. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ആദ്യമേ അയാൾക്ക് എത്രയോ ഇൻകം ഉണ്ടായിരുന്നു. അതിൽ അയാൾ 12% ഇൻകം ടാക്സ് കൊടുത്തിരുന്നു. ഇപ്പൊ അയാൾ ഇൻകം എന്ത് ചെയ്തു? 5% കൂടി. അപ്പൊ 5% കൂടുമ്പോൾ അയാൾക്ക് 5% 5 ലക്ഷം കൂടി. അയാൾ എത്ര കൊടുക്കുന്ന ഇൻകം ടാക്സ്? 10% കൊടുക്കുന്നത്. അപ്പൊ കഴിഞ്ഞ കേസിൽ പണ്ടത്തെ ഒരു എക്സ് രൂപ ഉണ്ടായിരുന്നു അയാൾക്ക് ഇൻകം ബേസിക് ആയിട്ട് ഉണ്ടായിരുന്നു. എക്സ് ഉണ്ടായിരുന്നു. പേന എടുക്കാൻ ചെയ്യാൻ പറ്റുമോ? പേന എടുക്കാതെ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ്. പണ്ട് എക്സ് ഇൻകം ഉണ്ടായിരുന്നു അയാൾക്ക്. ആ എക്സ് ഇൻകം ഉള്ളതിനകത്ത് 12-ന് വരെ ഇപ്പൊ എത്തുന്നുണ്ട് 10% കൊടുത്താൽ. അതായത് 2% ഇൻകം ടാക്സ് കുറവാണ് എക്സ് എന്ന് പറയുന്ന ആ ഒരു ആദ്യത്തെ ഇൻകം. എന്നാൽ അയാൾ 5 ലക്ഷം രൂപ കൂടി. അപ്പൊ 5 ലക്ഷം രൂപയ്ക്ക് അയാൾ എന്ത് കൊടുത്തേ പറ്റൂ? 10% ഇപ്പൊ ഇൻകം ടാക്സ് കൊടുത്തേ പറ്റും. അപ്പൊ ഇതിന്റെ 10% എത്ര രൂപയാണ്? 50,000 രൂപയാണ്. 5 ലക്ഷത്തിന് 10% 50,000 രൂപ. ഒരു സ്ഥാനം മാറ്റി പോയിട്ടാവും. അപ്പൊ ഇങ്ങനെ കൊടുത്തിട്ടും അയാൾ എന്ത് ചെയ്യുന്നു? 50,000 രൂപയായിരുന്നു അയാൾ കൊടുക്കേണ്ടിയിരുന്നത്. അധികമായിട്ട് കൊടുക്കേണ്ടിയിരുന്നത്. കാര്യം 5 ലക്ഷം രൂപ കൂടുന്നത് കൊണ്ട് ഇപ്പൊ ഇൻകം ടാക്സ് കൊടുക്കുന്ന റേറ്റ് 10% ആയതുകൊണ്ട് 50,000 രൂപ എന്ത് ചെയ്യേണ്ടി വന്നേനെ? അയാൾ കൂടുതൽ കൊടുക്കേണ്ടി വന്നേനെ. പക്ഷെ എന്തോ കാരണം കൊണ്ട് എന്ത് ചെയ്തു? അയാൾ 10,000 രൂപ അധികം കൊടുത്തു. അതിന്റെ അർത്ഥം എന്താ? ഈ 40,000 രൂപ അയാൾക്ക് കുറഞ്ഞു. എന്തുകൊണ്ടായിരിക്കും ഈ 40,000 രൂപ കുറഞ്ഞത്? അല്ലെ, 5 ലക്ഷം രൂപ ചുമ്മാ കൂടുവാണെങ്കിൽ 10% ഇൻകം ടാക്സ് കൊടുക്കണമെങ്കിൽ 50,000 രൂപ അയാൾക്ക് കൊടുത്തേ പറ്റും. പക്ഷെ ഇവിടെ പറയുന്നു 10,000 രൂപ അയാൾ എന്ത് ചെയ്യുന്നുള്ളൂ? കൂടുതൽ കൊടുക്കുന്നുണ്ട്. ഇതിന്റെ അർത്ഥം എന്താണ്? നേരത്തെ ഉള്ള ഇൻകത്തിന്റെ 2% നമുക്ക് ഇവിടെ കുറഞ്ഞത്. 12 കൊടുക്കേണ്ടത് ഇപ്പൊ 10 കൊടുത്താൽ. അപ്പൊ ആ നേരത്തെ ഉള്ള ഇൻകത്തിന്റെ 2% ഓഫ് പ്രീവിയസ് ഇൻകം, അതാണ് എക്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ വാല്യൂണ് ക്വസ്റ്റിന് തന്നിട്ടുള്ള ഈ 40,000. കാര്യം അത്രയും കുറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ എന്ത് ചെയ്തത്? അയാൾക്ക് 10,000 മാത്രം അധികം കൊടുക്കേണ്ടി വന്നത്. കൺസെപ്റ്റ് കിട്ടിയോ?
2% ഓഫ് ആദ്യത്തെ ഇൻകം ആണ് 40,000. നമുക്ക് എന്ത് വേണം? 100% ഓഫ് ആദ്യത്തെ ഇൻകം വേണം. ഇത് ആദ്യത്തെ ഇൻകം പെർസെന്റേജ് ഓഫ് അതിന്റെ ആവശ്യമില്ല. എന്ത് ചെയ്യാം? 20 കഴിഞ്ഞിട്ട് 5 പൂജ്യം, അതായത് 20 ലക്ഷം രൂപ. 20 കഴിഞ്ഞിട്ട് 5 പൂജ്യം, 20 ലക്ഷം രൂപയായിരുന്നു അയാളുടെ ഇൻഷുറൻസ്. നിങ്ങൾ ഇവിടെ എക്സ് കണ്ടുപിടിച്ചാലും എന്തേ കിട്ടത്തുള്ളൂ? 20 ലക്ഷം കിട്ടത്തുള്ളൂ. നമ്മുടെ ഇപ്പോഴത്തെ ഫൈനൽ ആൻസർ എന്താ? 20 അല്ല ആൻസർ, 20 തെറ്റാണ്. നമ്മുടെ ആൻസർ എന്താണ്? ആൻസർ എന്ന് പറഞ്ഞാൽ 20 ലക്ഷത്തിന്റെ കൂടെ എന്ത് ചെയ്യണം? ആ ഇൻക്രീസ് ഇൻകം ചോദിച്ചിട്ടുണ്ട്. 5 ലക്ഷം കൂടെ കൂട്ടി 25 ലക്ഷമാണ് അയാളുടെ ഇപ്പോഴത്തെ ഇൻകം എന്ന് പറയുന്നത്, ഇൻക്രീസ് ഇൻകം എന്ന് പറയുന്നത്. ഇത് ഒരുപാട് പഴയ ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ഇതിന് ഇപ്പോഴും റെലവൻസ് ഉണ്ട്. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇത് എങ്ങനെ പെൻ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്? പെൻ ഫ്രീ ആയിട്ട് ചെയ്യണമെങ്കിൽ ഇത് എല്ലാ എക്സാംസിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. 5 ലക്ഷം കൂടി ഇപ്പൊ 10% കൊടുക്കേണ്ടത്. 5 ലക്ഷത്തിന്റെ 10% എന്ന് പറഞ്ഞാൽ 50,000 രൂപയാണ്. പെർസെന്റേജ് പഠിക്കണം, കാൽക്കുലേഷൻ ചെയ്യണം. 50,000 രൂപ കൊടുക്കേണ്ട സ്ഥലത്ത് ഇപ്പം 10,000 കൂടുതൽ കൊടുക്കേണ്ടി വരുന്നുള്ളൂ. 50,000 കൂടുതൽ കൊടുക്കേണ്ട സ്ഥലത്ത് 10,000 കൊടുക്കേണ്ടി വരുന്നുള്ളൂ. അതിന്റെ അർത്ഥം 40,000 രൂപ കുറഞ്ഞു. ഇപ്പൊ 40,000 രൂപ കുറഞ്ഞ കാരണം എന്താ? ആദ്യത്തെ ആ ഒരു ഇൻകത്തിൽ, നേരത്തെ ഉണ്ടായിരുന്ന ഈ ഇൻകത്തിൽ 12% കൊടുക്കേണ്ടത് ഇപ്പൊ എത്ര കൊടുത്താൽ മതി? 10% കൊടുത്താൽ മതി. അതായത് 2% ഓഫ് ആദ്യത്തെ ഇൻകം, 2% ഓഫ് ആദ്യത്തെ ഇൻകം. ആദ്യത്തെ ഇൻകം ആണ് ബേസ് എന്ന് പറയുന്നത്. 2% ഓഫ് ആദ്യത്തെ ഇൻകം ആണ് എന്ത് ചെയ്തത്? കുറവ് വന്നത്. ആ 2% ഓഫ് ആദ്യത്തെ ഇൻകം 40,000 ആയാൽ മാത്രമേ ഇപ്പൊ എന്താകത്തുള്ളൂ? 10,000 രൂപ അധികം കൊടുക്കേണ്ടി വരത്തുള്ളൂ. അല്ലെങ്കിൽ 50,000 കൊടുക്കേണ്ടി വന്നേനെ. 2% ഓഫ് ഇൻഷ്യൽ ഇൻകം ആണ് 40,000. 40/2 ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടും? 2 കിട്ടും. അതായത് 20 ലക്ഷം. ആദ്യം ഉണ്ടായിരുന്ന ഇൻകം എത്രയാണ്? 20 ലക്ഷമാണ്. 2% എന്നാൽ 100%. 100% ഇൻഷ്യൽ ഇൻകം എന്ന് പറയുന്നത്. ഇൻഷ്യൽ ഇൻകം ഇൻഷ്യൽ ഇൻകത്തിന്റെ 100%. അതിന്റെ ഇൻഷ്യൽ ഇൻകത്തിന്റെ 2% ഇവിടെ എഴുതി. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതി തന്നത്. ബേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഷ്യൽ ഇൻകം ആണ്. നമുക്ക് 2% അത് കിട്ടിയാൽ 100% എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എന്തായാലും 40,000 1 പൂജ്യം 1 പൂജ്യം. ഓക്കെ, 20 ലക്ഷം ലക്ഷത്തിലോട്ട് 4 ലക്ഷം പിന്നെ 100%-ലോട്ടാണ്. ബൈ 20 2 പൂജ്യം കൂടെ അഡീഷണൽ 20 ലക്ഷം വരെ. 20 ലക്ഷമാണ് ഇൻഷ്യൽ ഇൻകം. ഇപ്പൊ എത്ര ഇൻകമായി? 5 ലക്ഷം കൂടി 25 ലക്ഷം. നമുക്ക് എന്ത് ചെയ്യാം? പേന എടുക്കാൻ ചെയ്യാം. പക്ഷെ ഈ ഒരു വഴിയിലോട്ട് പോകണമെങ്കിൽ നിങ്ങൾ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് ചിന്തിക്കേ വേണ്ട ഈ ഒരു പരിപാടി. പക്ഷെ നിങ്ങൾ അറിയണം ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഈ ഒരു സീരീസ് തുടങ്ങിയതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിനൊക്കെ മെത്തേഡ്സ് ഉണ്ടെന്ന് നിങ്ങൾ അറിയണം. ടഫ് ക്വസ്റ്റ്യൻസ് വന്നാലും പേന എടുക്കാൻ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നിങ്ങൾ അറിയണം. ഒരിക്കലും ടഫ് ക്വസ്റ്റ്യൻസിനെ പേടിക്കുക എന്നുള്ളതല്ല, അത് പഠിച്ചെടുക്കുക. എങ്ങനെ അതിലോട്ട് എത്താം എന്നാണ്. റേഷ്യോ ഓഫ് ദ ഇൻകം ഓഫ് എ ടു ദാറ്റ് ഓഫ് ബി. ഇൻകത്തിന്റെ റേഷ്യോ ആണ് തന്നിട്ടുള്ളത്. എയും ബിയും 5:7 എന്നത്. എ ആൻഡ് ബി സെയിൽസ് 4,000 and 5,000 റെസ്പെക്റ്റീവ്ലി. ഇഫ് ദ എക്സ്പെൻഡിച്ചർ, അവിടെ നിൽക്കട്ടെ, ദ എക്സ്പെൻഡിച്ചർ ഓഫ് എ ഈക്വൽ ടു 66 2/3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2/3 ആണ് ഫ്രാക്ഷൻ. പെർസെന്റേജിൽ പഠിക്കുന്നതാണ്, ഡെയിലി എഴുതുന്നത്. എക്സ്പെൻഡിച്ചർ ഓഫ് ബി, എക്സ്പെൻഡിച്ചർ ഓഫ് ബി 3 ആണെങ്കിൽ ഓഫ് കഴിഞ്ഞ കഴിഞ്ഞാണ് ഡോമിനേറ്ററിൽ എഴുതുന്നത്. പെർസെന്റേജ് പഠിക്കുന്ന ബേസിക് ആണ്. ബിയുടെ എക്സ്പെൻഡിച്ചർ 3 യൂണിറ്റ് ആണെങ്കിൽ എയുടെ എക്സ്പെൻഡിച്ചർ എന്താണ്? 2 യൂണിറ്റ്. 3ന്റെ 2/3 2 യൂണിറ്റ്. പക്ഷേ ഇവിടെ സേവിങ്സ് എന്താണെന്നുള്ളത്? ഇൻകം എന്ന് പറഞ്ഞാൽ എക്സ്പെൻഡിച്ചർ പ്ലസ് സേവിങ്സ്. നമുക്ക് ഇൻകത്തിൽ നിന്ന് എക്സ്പെൻഡിച്ചർ കുറയ്ക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? സേവിങ്സ് പറയുന്നത്. ഇവിടെ തന്നിട്ടുള്ള സേവിങ്സ് പറഞ്ഞാൽ എന്താ? ആദ്യത്തെ ആൾ 4,000. 4,000 4K എന്ന് എഴുതാം, 4,000 എന്ന് എഴുതാം. രണ്ടാമത്തെ ആൾ 5,000 എന്ന് എഴുതും സേവിങ്. ഇതിനാണ് നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്. ഈ മെത്തേഡൊക്കെ കഴിഞ്ഞ റേഷ്യോ പ്രൊപ്പോർഷൻ ക്ലാസ്സിലും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എവിടെ നിന്ന് കാണണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജിയുടെ ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ ബേസിക് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബേസിക് ആയിട്ടുള്ള മെത്തേഡ് എന്ന് വെച്ചാൽ 5x ഉണ്ടായിരുന്നു ആദ്യത്തെ ആൾ ഇൻകം. അതിൽ നിന്ന് 4,000 അയാൾ സേവ് ചെയ്തു. അപ്പൊ എന്ത് കിട്ടി? അയാൾക്ക് 2/3 ആണ് റേഷ്യോ. അയാളുടെ എക്സ്പെൻഡിച്ചർ, ബിയുടെ എക്സ്പെൻഡിച്ചർ. 7x ഉണ്ടായിരുന്നു ബിക്ക്. അതിൽ നിന്നും 5,000 കുറച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 3 യൂണിറ്റ് കിട്ടി. ഇങ്ങനെ പഠിക്കാനായിട്ട് ഒന്നുമില്ല. ഇതായിരിക്കും നിങ്ങൾ മോസ്റ്റ് ഓഫ് ദ ക്ലാസ്സിലും കാണുന്നത്. പക്ഷെ ഇങ്ങനെ പഠിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്തില്ല? ഒരിക്കലും ഒരു ഗ്രോത്ത് അവിടെ നിന്ന് ഉണ്ടാകത്തില്ല. നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യും? ഈ ഒരു മെത്തേഡും തപ്പി നടക്കും. ഇതാണ് ഇതിന്റെ കൺസെപ്റ്റ്. അതേ കാര്യം തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? ഇവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡിൽ എഴുതിയിട്ടുള്ളത്. ഇതൊക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടുന്ന മെത്തേഡ്സ്. കുറച്ച് പഠിച്ചവർക്കറിയാം. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഈ ഒരു ഇനിഷ്യൽ വാല്യൂവിന്റെ റേഷ്യോ ആയിരിക്കും കിട്ടുന്നത്. മെത്തേഡ് വ്യക്തമായിട്ട് കാണുക. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു അൺസെലക്ടഡ് സെലക്ടഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരുടെ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ എന്ത് ചെയ്യാം? നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അതാണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്. 5 × 3 15. നമ്മൾ ആദ്യം ഇനിഷ്യൽ റേഷ്യോ എഴുതുക, ഫൈനൽ റേഷ്യോ എഴുതുക, അതിന്റെ ഇടയ്ക്ക് എന്താണ് സംഭവിച്ചത് അത് എഴുതുക. ഇനിഷ്യൽ ഇൻകം ഉണ്ടായിരുന്നു, അതിനകത്ത് നിന്ന് എക്സ്പെൻഡിച്ചർ കുറഞ്ഞിട്ടാണ് അല്ലെങ്കിൽ സേവിങ്സ് കുറഞ്ഞിട്ടാണ് എന്ത് വന്നത്? എക്സ്പെൻഡിച്ചർ നമ്മൾ എഴുതുന്നത്. ഇനിഷ്യലിൽ നിന്നും സേവിങ്സ് കുറഞ്ഞ് എക്സ്പെൻഡിച്ചർ. ഇനിഷ്യൽ റേഷ്യോ, ഫൈനൽ റേഷ്യോ, എന്താണോ ചേഞ്ച് സംഭവിച്ചത്. ഇപ്പൊ നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ എന്ത് കൊടുത്താൽ ഇവിടെ പോസിറ്റീവ് വാല്യൂ കൊടുത്താൽ മതി. ഇത്രയും കാര്യങ്ങൾ ഈ ക്ലോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡിന്റെ റൂൾസ് ആണ്. ക്ലോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 5 × 3 15, 7 × 2 14.
അപ്പൊ 15 - 14 എന്ത് കിട്ടി? 1 കിട്ടി. അപ്പൊ നമുക്ക് ഒരു യൂണിറ്റ് റേഷ്യോയിൽ ഒരു യൂണിറ്റ്, ഇതാ ഇവിടുത്തെ റേഷ്യോയിൽ ഒരു യൂണിറ്റ് ആയിരിക്കും. ഇവിടെ 5x 7x എന്ന് എഴുതിയില്ലേ, അതിൽ എക്സിന്റെ വാല്യൂ ആയിരിക്കും നമുക്ക് ഇവിടെ ഈ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്. ഒരു യൂണിറ്റിന്റെ വാല്യൂ എന്തായിരിക്കും? ഇവിടെയും ക്രോസ് ചെയ്യും. 2 × 5000 10,000, 3 × 4000 12,000, 10,000 - 12,000, 12,000 - 12k - k എന്ന് പറഞ്ഞാൽ 1000 ആണ്. 10k കിട്ടും. ഒന്നിന്റെ വാല്യൂ നമുക്ക് 2000 എന്ന് കിട്ടി. ഒന്നെന്ന് പറഞ്ഞാൽ എവിടുത്തെയാണ്? ഇവിടുത്തെ ഒരു യൂണിറ്റ് അല്ലെങ്കിൽ എക്സ് ആണ്. എക്സിന്റെ വാല്യൂ ആണ് 2000 കിട്ടിയത്. നമുക്ക് എന്ത് വേണം? ടോട്ടൽ ഇൻകം ഓഫ് എ ആൻഡ് ബി. ടോട്ടൽ ഇൻകം ഓഫ് എ ആൻഡ് ബി എന്ന് പറഞ്ഞാൽ 5ഉം 7ഉം 12 യൂണിറ്റ് ആണ്. ഒരു യൂണിറ്റിന്റെ വാല്യൂ 2000 ആണെങ്കിൽ 12 യൂണിറ്റിന്റെ വാല്യൂ എത്രയാണ്? 1 × 2 ആണ് 2000 ആണ് 2000, 12 × 2000 24,000 രൂപയാണ് അവരുടെ കമ്പനി. ശരി, ഈ ക്വസ്റ്റ്യൻ ഇത് എന്റെ ബേസിക് മെത്തേഡാണ്. എന്റെ ബേസിക് മെത്തേഡ്. ഇനി എക്സാം മെത്തേഡ് എന്താണ്? എക്സാം മെത്തേഡ് ഇതേ കാര്യം തന്നെ എന്ത് ചെയ്യുക? ഫാസ്റ്റ് ആയിട്ട് ചെയ്യും. 5 7 ആണ്, നമുക്ക് 2 3 ആണ്, ഇത് 4k 5k ആണ്, 15 14 ഒരു യൂണിറ്റിന്റെ വാല്യൂ നമുക്ക് 10 12 രണ്ടെന്ന് കിട്ടും. 12 വാല്യൂ 12 2 24 കഴിഞ്ഞു. ഇതാണ് ചെയ്യേണ്ടത്. പക്ഷെ ഇത്രയും കാര്യം ചെയ്യുന്നത് ഇതേ കാര്യം തന്നെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇതേ കാര്യം തന്നെ പ്രാക്ടീസ് ആണ്. നിങ്ങൾ പ്രാക്ടീസ് വിത്ത് റൈറ്റ് കൺസെപ്റ്റും കറക്റ്റ് ആവണം, പ്രാക്ടീസും കറക്റ്റ്. രണ്ടും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എക്സാംസ് ക്ലിയർ ചെയ്യാൻ പറ്റും. സൂചിയുടെ പോലുള്ള ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്രയധികം എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യും. അടുത്തത് ഇലക്ഷന്റെ ഒരു അടിപൊളി ക്വസ്റ്റ്യൻ. ഇലക്ഷൻ ചെയ്യണമെങ്കിൽ പെർസെന്റേജിന്റെ ബേസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നന്നായിട്ട് അറിഞ്ഞെങ്കിലേ ഇലക്ഷനിലെ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും. ഇലക്ഷന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ഒരുപാട് പേർക്ക് പ്രയാസമുള്ള ഒരു ടോപ്പിക് ആയതുകൊണ്ട് ഇലക്ഷന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ക്ലാസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇലക്ഷൻ ദിശ അക്കാഡമി എന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ഇലക്ഷൻ ദിശ അക്കാഡമി സെർച്ച് ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? ഇതിന്റെ ക്ലാസ് ചെയ്തിട്ടുള്ളത് കാണാൻ പറ്റും. അപ്പൊ അത് മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം? യെസ്. ഇപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. ഇലക്ഷൻ ബിറ്റ്വീൻ 2 candidates, 5% ഓഫ് ദ രജിസ്റ്റേർഡ് വോട്ടേഴ്സ് ഡിഡ് നോട്ട് കാസ്റ്റ് എ വോട്ട്. 5% പേര് എന്ത് ചെയ്തില്ല? ടോട്ടൽ വോട്ടിംഗ് ലിസ്റ്റിലുള്ള വോട്ടേഴ്സ് ലിസ്റ്റിലുള്ള 5% പേര് എന്ത് ചെയ്തില്ല? 10% ഓഫ് ദ ടോട്ടൽ വോട്ട്സ് പോൾഡ് വേർ ഫൗണ്ട് ടു ബി ഈദർ ഇൻവാൽവ്ഡ് ഓർ നോട്ട്. അപ്പൊ ഇട്ട വോട്ടിനകത്ത് 10% എന്താണ്? ഇൻവാൽവ് ആണ്. പോൾഡ് വോട്ടിനകത്ത് ഇട്ട വോട്ട് എന്ന് പറയുന്നത് 10% എന്താണ്? ഇൻവാൽവ് ആണ്. ദ വിന്നിംഗ് കാൻഡിഡേറ്റ് റിസീവ്ഡ് 60% ഓഫ് ദ ടോട്ടൽ വാലിഡ് വോട്ട്. ഇവിടെ കുറച്ച് വോട്ടേഴ്സ് ലിസ്റ്റിലുള്ള ആൾക്കാരുണ്ട്. അതിനകത്ത് കുറച്ചുപേര് എന്ത് ചെയ്തില്ല? വോട്ട് ചെയ്തില്ല, ഡിഡ് നോട്ട് വോട്ട് ആണ്. കുറച്ചുപേര് എന്ത് ചെയ്തു? ഇൻവാൽഡ് വോട്ട് ഇട്ടു. കുറച്ച് ബാക്കിയുള്ളതാണ് വാലിഡ് വോട്ട്. ഇതിൽ നിന്നാണ് ജയിക്കുന്ന ആളെയും തോക്കുന്ന ആളെയും തിരഞ്ഞെടുക്കുന്നത്. ജയിച്ച ആൾക്ക് എന്ത് കിട്ടി? 60% ഓഫ് ദ വാലിഡ് വോട്ട് കിട്ടി. അപ്പൊ ബാക്കി തോറ്റ ആൾക്ക് എന്തായിരിക്കും? 40%. ഇതാണ് ഇതിന്റെ ബേസിക് മെത്തേഡ്. ഇത് ഇങ്ങനെയാണ് പേരെടുക്കാൻ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യും. സ്റ്റെപ്പിൽ എഴുതുന്ന എങ്ങനെയാണ് കാണിച്ചു തരാം. വിന്നറിന് ഇതിന്റെ 60% കിട്ടി. ഇതാണ് ഇപ്പോഴത്തെ ബേസ് എന്ന് പറയുന്നത്. ഇതിന്റെ 60% കിട്ടി. വാലിഡ് വോട്ടിന്റെ കിട്ടി. 40% വാലിഡ് വോട്ടായിരിക്കും തോറ്റാൾ കിട്ടുന്നത്. ഈ ഡിഫറൻസ് 20% വാലിഡ് വോട്ട്. ഇതാണ് ഈ മെജോറിറ്റി എന്ന് പറയുന്നത്. അയാൾ ജയിച്ചു. വോൺ ദ ഇലക്ഷൻ ബൈ 17,721. 20% വാലിഡ് വോട്ടാണ് 17,721. നമുക്ക് എന്ത് വേണം? ഈ വാലിഡ് ടോട്ടൽ വോട്ടേഴ്സ് ലിസ്റ്റിലോട്ട് ഇപ്പൊ എങ്ങനെ പോകാൻ പറ്റും? ഇത് കൺസെപ്റ്റ് ആണ്. ഈ ഒരു ഇലക്ഷന്റെ ക്ലാസ് കാണുമ്പോൾ നിങ്ങൾക്ക് ഇലക്ഷന്റെ കൺസെപ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാവും. പെർസെന്റേജിന്റെ ബേസിന്റെ കൺസെപ്റ്റോടെ പറയും. അപ്പൊ ഈ 17,271 എന്ന് പറയുന്നത് എന്താണ്? വാലിഡ് വോട്ടിന്റെ 20%ആണ്. 20% വാലിഡ് വോട്ടാണ്. ഇതാണ് ബേസിക് മെത്തേഡ്. ബേസിക് നിങ്ങൾ 100 100 എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ ആയിരിക്കും പഠിക്കുന്നത്. പക്ഷെ ഇത് പെർസെന്റേജ് അറിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. 20% വാലിഡ് വോട്ടാണ് തന്നിട്ടുള്ളത്. 17,721. നമുക്ക് എന്ത് വേണം? 100% വാലിഡ് വോട്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എന്തായി? ഇത്രയാണ് നമുക്ക് വാലിഡ് വോട്ട്. വാലിഡ് ബേസിക് മെത്തേഡ് വാലിഡ് വോട്ട്. ഈ വാലിഡ് വോട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആലോചിച്ച് നോക്കി. ഈ വാലിഡ് വോട്ട് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ ചേരുന്നതാണ്. വാലിഡ് വോട്ട് ഇൻവാലിഡ് വോട്ടോട് ചേരുന്നതാണ് നമ്മുടെ ടോട്ടൽ പോൾഡ് വോട്ട്. ഇട്ട വോട്ട് എന്ന് പറയുന്നത് പോൾഡ് വോട്ട്സ്. അപ്പൊ നമുക്ക് പോൾഡ് വോട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ 10% ഓഫ് ദ ടോട്ടൽ വോട്ട് പോൾഡ്. പോൾഡ് വോട്ടിന്റെ 10% എന്തില്ല? ഇൻവാൽവ് ആണ്. അതായത് ടോട്ടൽ പോൾ ചെയ്ത വോട്ടിന്റെ 10%. ഇപ്പം ബേസ് എന്തായി? ഇതായി ഇപ്പോഴത്തെ ബേസ് 2. ഇതായി ഇപ്പോഴത്തെ ഇതിന്റെ 10% എന്തെന്ന് പറയുന്നത്? ഇൻവാൽവ് എന്ന്. അപ്പൊ പോൾഡ് വോട്ടിന്റെ 10% ഇൻവാൽവ് ആണെങ്കിൽ ബാക്കി പോൾഡ് വോട്ടിന്റെ 90% എന്താണ്? വാലിഡ്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് പറയാം? നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് എഴുതാം? നമുക്ക് തിരിച്ച് ആദ്യത്തോട്ട് പോകണം. ഏറ്റവും അവസാനത്ത് ആദ്യത്തോട്ട് പോകണം. 90% ഓഫ് പോൾഡ് വോട്ടാണ്. ഏറ്റവും സിമ്പിൾ ആയിട്ട് ഞാൻ എഴുതുവാണ്. 90% പോൾഡ് വോട്ടാണ് ഈ തന്നിട്ടുള്ള ഈ വാലിഡ് വോട്ടിന്റെ അളവ്. ഈ കണ്ടുപിടിച്ച ഈ വാലിഡ് വോട്ട് എന്ന് പറഞ്ഞാൽ. എന്നാൽ 100% ഓഫ് പോൾഡ് വോട്ട് കണ്ടുപിടിച്ച എന്തായി? ഇട്ട വോട്ടുകൾ, പോൾഡ് വോട്ടുകൾ. ഇനി ഒരു സ്റ്റെപ്പ് കൂടെ നമുക്ക് പോകണ്ടേ? നമുക്ക് ആദ്യത്തോട്ടാ പോകണ്ടേ? ഇത്ര പേരുണ്ടായിരുന്നു. ഇനി ഈ ഇട്ടതിനകത്ത്
ഇതിനകത്ത് 5% ഓഫ് ദ രജിസ്റ്റേർഡ് വോട്ടേഴ്സ് എന്താണ് വോട്ട് ചെയ്തില്ല. അതായത് ഇനി നമ്മൾ ആദ്യത്തെ ഇതിലോട്ട് എത്തി. ടോട്ടൽ വോട്ടേഴ്സ് ലിസ്റ്റിലുള്ള ആൾക്കാർ, ഇതാണ് നമ്മുടെ ബേസ് 3 എന്ന് പറയുന്നത്. ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ നിങ്ങൾക്ക് ആ ബേസിനെ മനസ്സിലായി ഇലക്ഷന്റെ ഒരുപാട് പ്രോബ്ലംസ് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ക്വസ്റ്റ്യൻ ഒറ്റ ഒന്നും ചെയ്യുന്നതുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും. അതാണ് ഇലക്ഷൻ എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഒരു വലിയ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിലൂടെ. അപ്പൊ അതാണ് ഈ ഒരു ബെസ്റ്റ് ക്വസ്റ്റ്യൻ സീരീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടും. അപ്പോൾ 5% ഓഫ് ദ രജിസ്റ്റേർഡ് വോട്ടേഴ്സ് എന്ത് ചെയ്തില്ല, വോട്ട് ചെയ്തില്ല. അതിന്റെ അർത്ഥം എന്താണ്, ടോട്ടൽ ആൾക്കാരുടെ ടോട്ടൽ വോട്ടേഴ്സ് ലിസ്റ്റിലെ 100% ആണെങ്കിൽ, ടോട്ടൽ വോട്ടേഴ്സ് ലിസ്റ്റിലുള്ള ആൾക്കാർ 100% ആണെങ്കിൽ 5% പേര്, ടോട്ടൽ വോട്ടേഴ്സ് ലിസ്റ്റിലെ ആൾക്കാരുടെ 5% പേര് എന്ത് ചെയ്തില്ല, വോട്ട് ചെയ്തില്ല. ടോട്ടൽ വോട്ടേഴ്സ് ലിസ്റ്റിലെ 95% ഓഫ് ടോട്ടൽ വോട്ടേഴ്സ് ലിസ്റ്റ് ആണ് എന്ത് ചെയ്തത്, വോട്ട് ചെയ്തത്. വോട്ട് ചെയ്യുന്ന പറഞ്ഞാൽ എന്താണ്, അതാണ് പോൾഡ് വോട്ട്. അപ്പൊ ഈ കണ്ടുപിടിച്ച ഈ പോൾഡ് വോട്ടല്ലേ, ഇതിപ്പോ നമുക്ക് എന്ത് കിട്ടി, ഇത് ഇത്രയും വാൽഡ് വോട്ടായിരുന്നു, ഇത് ഇത്രയും മൊത്തത്തിൽ വരുമ്പോൾ എന്താവും, ഇത് പോൾഡ് വോട്ടാണ്. പോൾഡ് വോട്ട് അതാണ് പോൾഡ് വോട്ട്. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, ടോട്ടൽ ആൾക്കാരുടെ ടോട്ടൽ വോട്ടേഴ്സ് ലിസ്റ്റിലുള്ള ആൾക്കാരുടെ 95% ഓഫ് ടോട്ടൽ വോട്ടേഴ്സ് ലിസ്റ്റിലുള്ള ആൾക്കാരാണ് നമുക്ക് എന്ത് വേണം, ടോട്ടൽ വോട്ടേഴ്സ് ലിസ്റ്റിലുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ 100%. ഇതെങ്ങനെ ഇത് എന്നൊക്കെ പെർസെന്റേജ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ ഓഫ് രജിസ്റ്റേർഡ് വോട്ടേഴ്സ് എന്നാണ് വോട്ടേഴ്സ് ലിസ്റ്റിലുള്ള. ഇതാണ് നമ്മുടെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. ഈ കാൽക്കുലേഷൻ ഇങ്ങനെ ചെയ്യാൻ പറ്റും, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഈ പെർസെന്റേജ് വാല്യൂ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതാ ഇവിടെ ആരൊക്കെ ഉണ്ടാ നമുക്ക് ഈ 20ഉം ഈ 100 തൊട്ട് ഇവിടെ 5 വന്നു. 90 ഒരു 0 പോയി. ഇതൊന്നും വേണ്ട, ഇതെല്ലാം വെട്ടി പോകും. ഞാൻ ചുമ്മാ എഴുതിയതാണ്, മനസ്സിലാൻ വേണ്ടി എഴുതിയതാണ്. ഇനി എന്തുണ്ട് നമ്മുടെ ഇവിടെ ഈ 9 ഉണ്ട്, 9നെ കളഞ്ഞേ പറ്റും. 9നെ കൊണ്ട് മാറ്റുമ്പോൾ 9 വെട്ടുമ്പോൾ 9 1, 82 9, 17 1, 81 19 വേണമെങ്കിൽ ഡിഗ്രി സം അപ്ലൈ ചെയ്യാം. ഡിഗ്രി സം അപ്ലൈ ചെയ്യുമ്പോൾ താഴെ എന്താണ് 5 ആണ് വരുന്നത്, മേളിൽ നിന്ന് 2 കൊണ്ട് ഗുണിക്കണം. 2 ഇൻറ്റു ഇവിടെ ആരുണ്ട്, 2 ഇൻറ്റു 5 10 ആണ്, അത് 1 1. ഡിഗ്രി സം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡിഗ്രി സം ആയിരിക്കും 1 1 2. 2 ഡിഗ്രി സം വരുന്നത് ഇതുണ്ട്. 5 2 7 12 3 ആണ്, ഇതല്ല 1 ആണ്, ഇതാണ് ഹോൾഡ് ചെയ്യാം. 5 2 7 1 ഇതല്ല. ഓപ്ഷൻ സി നമുക്ക് എന്ത് ചെയ്യാം, ഡിജിറ്റൽ സം വെച്ച് നമുക്ക് ഓപ്ഷൻ സി ആൻസർ കിട്ടും. വളരെ ഈസി ആയിട്ട് ഡിജിറ്റൽ സമ്മിന്റെ ക്ലാസ്സും ഇവിടെ ചെയ്തിട്ടുണ്ട്. ദിശ അക്കാദമി സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അതിന്റെ ക്ലാസ് എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ക്വസ്റ്റ്യൻസ് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതൊന്നും അറിയാതെ പഠിച്ചിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റുന്നത്, വേഗം പഠിച്ചോളാം, ക്ലാസ്സൊക്കെ എടുത്ത് പഠിച്ചോളാം, നന്നായിട്ട് പഠിച്ചോളാം. പഠിച്ച് ഒറ്റ തവണ മാത്സ് സെറ്റ് ആക്കും. ഇനി ഇതിന്റെ എക്സാം മെത്തേഡ് എന്തായിരിക്കും, നിങ്ങൾക്ക് വേണമെങ്കിൽ വെട്ടി ചെയ്യാം. 19 വെച്ചൊക്കെ വെട്ടി ചെയ്യാം. 101 ആണ്, 19 വെച്ചിട്ട് 101 ആണ്. ഒരു 5 പോയി 101 3 0 ആൻസർ കിട്ടുകയും ചെയ്യും. 95 ഈ 5 പോയി 19 19 101 എഴുതി വെച്ചേക്കും. 101 2 0 ആണ് എഴുതിയിരിക്കുന്നത്. 101 2 0 ഒരു 0 ഇവിടുത്തെ 0 ഉണ്ട്, 3 0. എക്സാം മെത്തേഡ് എന്താ, ഇതേ കാര്യം തന്നെ. 60% വാൾഡ് വോട്ട് വോൺ ദ ഇലക്ഷൻ ബൈ ഇത്രയും. അപ്പോൾ 60% ജയിച്ച ആൾ കിട്ടിയാൽ 40% വാൾഡ് വോട്ടാണ് മറ്റൊരാൾ കിട്ടുന്നത്. ഇപ്പൊ 20% വാൾഡ് വോട്ടാണ് ഇത്. 20 അറിയാം, 100 വേണം. ബൈ 20 ഇൻറ്റു 100 ആണ്. ഇവിടെ എന്ത് ചെയ്താൽ മതി, 17 271 ഇൻറ്റു 5 ചെയ്താൽ ബൈ 20 ഇൻറ്റു 100 ഞാൻ ഇൻറ്റു 5 നേടും. ഇതെന്ന് പറഞ്ഞാൽ എത്രയാണ്, ടോട്ടൽ വോട്ടിട്ട ആൾക്കാരുടെ 90%. 100%. 10 9. പിന്നെന്താ ഇതെന്ന് പറഞ്ഞാൽ വോട്ടേഴ്സ് ലിസ്റ്റിലുള്ള ആൾക്കാരുടെ 95%. നമുക്ക് എന്ത് വേണം, 95%. നമുക്ക് എന്ത് വേണം, 100%. 95 ഇവിടെ 19 ഉണ്ട്. ഇനി 9 വെച്ച് കിട്ടുമ്പോൾ 9 1 ഇത് ചെയ്യേണ്ടി വരും. 9 1 9 19 വെച്ച് കിട്ടുമ്പോൾ 101 101 0 0 0 101 3 0 ഓപ്ഷൻ സി. ഇത് സംഭവം അപ്ലൈ. ഇത് ഒറ്റ സ്റ്റെപ്പിലെ സൊല്യൂഷൻ ആണ്. പക്ഷേ ഈ ഒരു സ്റ്റെപ്പിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇലക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് അറിയണം. അതുപോലെ തന്നെ ഇലക്ഷൻ പോലെ തന്നെ പെർസെന്റേജിന്റെ കൺസെപ്റ്റുകളും നന്നായി, കാൽക്കുലേഷനും നല്ല സ്പീഡ് വേണം. എല്ലാം കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് ഒരു പെർഫെക്റ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ, മാത്സിന്റെ ക്വസ്റ്റ്യൻ ചെയ്യുക എന്നുള്ള ഒരു ലെവലിലോട്ട് എത്തുന്നത്. നിങ്ങൾക്ക് 1 മിനിറ്റ് എടുത്ത് 3 മിനിറ്റ് എടുത്ത് ചെയ്യാം, 1 മിനിറ്റ് എടുത്ത് ചെയ്യാം, 30 സെക്കൻഡ് 30 സെക്കൻഡ് ചെയ്യണമെങ്കിൽ 20 സെക്കൻഡ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്യും. ആ ഒരു ലെവലിൽ പഠിച്ചെങ്കിലും പറ്റും. അത് ഇനിഷ്യലി നിങ്ങൾക്ക് പാടായിരിക്കും, പ്രയാസമായിരിക്കും, ഉറപ്പാണ്. ഒരിക്കലും ഒരാൾക്ക് ഈ ലെവലിലോട്ട് എത്താൻ പറ്റത്തില്ല. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് അതിനുള്ള കണ്ടന്റ് അവൈലബിൾ ആണ്, അത് മനസ്സിലാക്കും. ക്വസ്റ്റ്യൻ നോക്കാം. രാധ സേവ്സ് X% of her income. If her income increases by 28%, expenditure increases by 20%, then her savings increases by 40%. What is the value of X? ഇത് ഒരുപാട് പേര് 100 ഇട്ട് ചെയ്യുന്നത്. ഇത് അലിഗേഷൻ എന്ന് പറയുന്ന ഒരു അടിപൊളി മെത്തേഡ് ഉണ്ട്. അലിഗേഷൻ നിങ്ങൾക്ക് അലിഗേഷന്റെ ക്ലാസ്സുകൾ, നിങ്ങൾ ബിഗിനർ ആയിക്കോട്ടെ, നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അലിഗേഷന്റെ ക്ലാസ് അലിഗേഷൻ ദിശ അക്കാദമി സെർച്ച് ചെയ്യാം. 3 ക്ലാസ്സുകൾ, അടിപൊളി ക്ലാസ്സുകൾ. വേറെ എവിടെയും പോയി നിങ്ങൾ ഒന്നും നോക്കണ്ട. ഒരു പെയ്ഡ് ക്ലാസ്സിൽ ഇല്ലാത്ത അത്രയും ക്വാളിറ്റിയിൽ 3 ക്ലാസ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമാണ്, മലയാളികളായിട്ടുള്ള നഷ്ടമാണ്. 3 ക്ലാസ് മസ്റ്റായിട്ടും നിങ്ങൾ അലിഗേഷൻ ദിശ അക്കാദമി സെർച്ച് ചെയ്യുക. അത് വെച്ചിട്ട് നിങ്ങളുടെ ഒരുപാട് പ്രോബ്ലംസ് എന്ത് ചെയ്യാൻ പറ്റും, നല്ല പ്രയാസമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്ന പ്രോബ്ലംസ് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പെൻ അടിക്കാതെ പോലും ചെയ്യാൻ പറ്റുന്ന കുറേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, 3 ക്ലാസ്. അതും CGL വേണ്ടി 2023 CGL വേണ്ടി ചെയ്തതാണ്. അതൊക്കെ എവർഗ്രീൻ ക്ലാസ്സുകളാണ്. അതൊക്കെ മസ്റ്റായിട്ടും കാണും, കണ്ടില്ലെങ്കിൽ അത് കാണും. ഇവിടെ ആ ഒരു
ഫസ്റ്റ് ക്ലാസ് കാണുമ്പോൾ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന വഴി അവിടെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം, കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് പോകുന്നില്ല. രാധ X% ഇൻകം സേവ് ചെയ്യുന്നു, നമുക്ക് വേറെ ഒന്നും അറിയില്ല, ഇത്ര സേവ് ചെയ്യുന്നു. ഇൻകം എന്ത് ചെയ്തു? ഇൻകം എന്ന് പറഞ്ഞാൽ എക്സ്പെൻഡിച്ചർ പ്ലസ് സേവിങ്സ് ആണ്. നമ്മൾ അലിഗേഷന്റെ മെത്തേഡ് വെച്ച് ചെയ്യുമ്പോൾ ഈ ഫൈനലായിട്ട് വരുന്ന രണ്ടുകൂടെ കമ്പൈൻ ചെയ്ത് വരുന്ന സാധനത്തെയാണ് നമ്മൾ നടുക്ക് എഴുതുന്നത്. ഇൻകത്തിന്റെ ചേഞ്ച് എത്രയാണ്? 28% ഇൻക്രീസ് ചെയ്യും, നമ്മൾ നടുക്ക് എഴുതും. എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ബൈ 20%. എക്സ്പെൻഡിച്ചർ ഇവിടെ ആണ്, എക്സ്പെൻഡിച്ചർ ഇവിടെ സേവിങ്സ്. എക്സ്പെൻഡിച്ചർ സേവിങ്സോട് കൂടുന്നതാണ് ഇൻകം. സേവിങ്സ് എന്ത് ചെയ്തു? ഇൻക്രീസ് ബൈ 40%. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? എക്സ്പെൻഡിച്ചറിന്റെ സേവിങ്ങിന്റെ റേഷ്യോ. ഇത് ഈ ഒരു അലിഗേഷന്റെ ക്ലാസ് കണ്ടാൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ. ആ ക്ലാസ് മസ്റ്റ് ആയിട്ട് കാണാം. 3 ക്ലാസ് 2 മണിക്കൂർ 2.5 മണിക്കൂർ എല്ലാം കൂടെ ചേർത്തുകൊണ്ട് അത് കാണാം, മസ്റ്റ് ആയിട്ട് കാണണം. അപ്പൊ മനസ്സിലാവും ക്വാളിറ്റിയുടെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ 40, 22 ഡിഫറൻസ് 12 ആണ്, 20, 22 ഡിഫറൻസ് 8 ആണ്. ജസ്റ്റ് ക്ലോസ് ആയിട്ട് എന്ത് ചെയ്യുക? ഡിഫറൻസ് എടുക്കുക, റേഷ്യോ എടുക്കുക. 12:8 എന്ന് പറഞ്ഞാൽ 4 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ 3:2 ആണ്. എക്സ്പെൻഡിച്ചർ 3 യൂണിറ്റ് ആണെങ്കിൽ സേവിങ്സ് എത്രയാണ്? 2 യൂണിറ്റ് ആണ്. ചോദിച്ചിരിക്കുന്നത് എന്താണ്? X% അവിടെ സേവ് ചെയ്യുന്നു. അപ്പോൾ ടോട്ടൽ എക്സ്പെൻഡിച്ചർ 3 ആണെങ്കിൽ സേവിങ്സ് എത്രയാണ്? 2 ആണ്. അപ്പൊ ടോട്ടൽ ഇൻകം എത്ര അവിടെ? 3ഉം 2ഉം 5 യൂണിറ്റ് ആണ് ഇൻകം എങ്കിൽ അതിൽ എന്ത് ചെയ്യുന്നു? 2 യൂണിറ്റ് സേവ് ചെയ്യുന്നു. വേണമെങ്കിൽ 8, 12 വെച്ച് ചെയ്യാം, റേഷ്യോ മതി. പെർസെന്റേജ് 2/5 5ഉള്ളത് 2 ആണ് എന്ത് ചെയ്യുന്നത്? സേവ് ചെയ്യുന്നത്. 2/5 എന്ന് പറഞ്ഞാൽ എത്ര ശതമാനമാണ്? 40% സേവ് ചെയ്യുന്നത്. 2/5 20% ആണ്, 2/5 40% ആണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. അടുത്തത്, the expenditure on cost of living of a man and his family is 60% of his salary. He gets 2 increments of 30% and 60% in his salary. If his savings increases by 250% of his initial saving, then the new cost of living expenditure is what percentage of increased salary? ഇതിന് കൂടുതലൊന്നും ആലോചിക്കുന്നില്ല, നിങ്ങൾ 100 വെച്ച് ചെയ്ത് ഒരു പ്രശ്നവും. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഒരാൾ 100 രൂപയാണ് അയാളുടെ ഇൻകം എങ്കിൽ അയാളുടെ എക്സ്പെൻഡിച്ചർ എത്രയാണെന്ന് പറയുന്നത്? 60%. 100% 60 രൂപ. അതിന്റെ സേവിങ്സ് എത്ര ഉണ്ടായിരുന്നു? 40 രൂപ. 40 യൂണിറ്റ് സേവിങ്സ്. അയാൾക്ക് 2 ഇൻക്രിമെന്റ് കിട്ടും. അയാൾ എന്ത് ചെയ്യുന്നു? ആദ്യം 30% കിട്ടുന്നു. നിങ്ങൾക്ക് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. സക്സസീവ് ആയിട്ട് ഇൻക്രിമെന്റ് വരുമ്പോൾ നിങ്ങൾ ഓർഡർ ഇമ്പോർട്ടൻസ് ചെയ്യും. അതായത് ആദ്യം 30% കൂടി പിന്നെ 60% കൂടുന്നതും ആദ്യം 60% കൂടി പിന്നെ 30% കൂടുന്നതും ഒരു പ്രശ്നമില്ല. 2 സെയിം വാല്യൂ ആണ് നിങ്ങൾക്ക് ഫൈൻ കിട്ടും. ഇപ്പൊ എന്തായി? 100 എന്ന് പറയുന്നത് ആദ്യം എനിക്ക് എളുപ്പം ഇതാണ് തോന്നുന്നു. 60 കൂടി 160 ആയി. 60% കൂടി പിന്നെന്തായി? 30% കൂടി പിന്നെ 30% എത്ര? 16 ആണ് 10%. 16 3 48. 48 കൂടി 208. 208 ആണ് ഇപ്പോഴത്തെ അയാളുടെ സാലറി. തിരിച്ച് ചെയ്താൽ 130 ബാക്കി 78. 208 തന്നെ കിട്ടും. അപ്പൊ എത്രയായി? അയാളുടെ സേവിങ്സ് ഇൻക്രീസ് ബൈ 250%. 250% എന്താണെന്ന് അറിയണം. 250% എന്ന് പറഞ്ഞാൽ എന്താ? 2.5 ആണ്. എന്ന് പറഞ്ഞാൽ 5/2 ആണ്. 50% എന്ന് പറഞ്ഞാൽ 250/100 ആണ്. അല്ലെങ്കിൽ 500% 5 ആണ്, ഇൻറ്റു 5 ആണ്. 100% എന്ന് പറഞ്ഞാൽ ഇൻറ്റു 1. 200% എന്ന് പറഞ്ഞാൽ ഇൻറ്റു 2. 300% എന്ന് പറഞ്ഞാൽ ഇൻറ്റു 3. അതിന്റെ ഇടയ്ക്കുള്ളത് 2.5 അല്ലെങ്കിൽ 5/2 ആണ്. ഇതിന്റെ 5/2 അങ്ങനെയാണ് ചെയ്യുന്നത്. ഇതിന്റെ 5/2 കൂടി 5/2 കൂടി അല്ലെങ്കിൽ 250/100 കൂടി ആണ്. 250/100 ആണ് 5/2. 50 വെച്ച് ക്യാൻസൽ. 5/2 എന്ന് പറയുമ്പോൾ എത്ര വരും? 40/2 20. 25 100. 100 കൂടി. ഇതിന്റെ 5/2 100 കൂടി എത്ര ആയി? 140 ആയി ഇപ്പോഴത്തെ സേവിങ്സ്. ഇപ്പൊ എത്ര ആയി ഇപ്പോഴത്തെ എക്സ്പെൻഡിച്ചർ? 208 140 കുറയ്ക്കുക 68. 68 രൂപ ചെലവാക്കി 150 രൂപ സേവ് ചെയ്താലേ 208 രൂപ എന്ത് ആവത്തുള്ളൂ? സാലറി. ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് then the new cost of living expenditure. ലിവിംഗ് എക്സ്പെൻഡിച്ചർ ആണ്, തെറ്റാണ്. ഇത് വാട്ട് പെർസെന്റേജ്? നിയറസ്റ്റ് റൗണ്ട് ഓഫ് ടു നിയറസ്റ്റ്. എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ഒരിക്കലും എന്ത് ചെയ്തില്ല, ഇതിന് ഒരു മൈൻഡ് പോലും ചെയ്തില്ല. കാര്യം എന്താണ്? ഇൻക്രീസ് സാലറി. ഇൻക്രീസ് സാലറി 208 ആണ്. ഇതിന്റെ എത്ര ശതമാനമാണ്? 68. അപ്പൊ ഇത് ഓപ്ഷൻ നോക്കുക. ഓപ്ഷനകത്ത് ഡിഫറെന്റ് ആയിട്ടുള്ള വാല്യൂസ് ആണുള്ളത്. 208ന്റെ 10% എത്രയാണ്? 20.8 ആണ്. 30 ഓപ്ഷൻ അല്ല, 30 ആ ഒരു റേഞ്ചാണ്. അപ്പൊ 30% എന്ത് വരും? 60 എത്തണം. 30% എന്ന് പറഞ്ഞാൽ 20 ഗുണം 3 60. 0.8 ഗുണം 3 2.4. 62.4 ആണ് 30%. നമ്മുടെ ആൻസർ എന്താണ്? 30% കൂടുതലാണ്. 68 എന്ന് പറഞ്ഞാൽ 62.4 കൂടുതലാണ്. ആൻസർ 30% കൂടുതലാണ്. 2 ഓപ്ഷൻ ഉണ്ട്. 40% എന്തായാലും പോകത്തില്ല, അത് 80 വരും. ഇത് 2 ഏതുമാണ്? നമുക്ക് എന്ത് ചെയ്യാം? 30% 62.4. ഇനി 5% എന്ന് പറഞ്ഞാൽ എത്ര വരും? 10.4. 10% 20.8 ആയതുകൊണ്ട് 5% അതിന്റെ പകുതിയാണ്. അപ്പോൾ 10.4 ആണ് 5%. 10 പോയി കഴിഞ്ഞാൽ എന്താവും? ഇത് 72.4. 72.8. 10.4 അതാണ് 35%. അപ്പൊ നമ്മുടെ ആൻസർ എന്തായിരിക്കും? 30%-നും 35%-നും ഇടയ്ക്കായിരിക്കും. അങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ എ മാത്രമേ. ഈ കാര്യം ഞാൻ പറഞ്ഞത് എന്താണ്? ഇതിപ്പോ മൈൻഡിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതൊന്നും എഴുതി ചെയ്യണമെന്നല്ല. 30%-ാണ് 62.4 ആണ്. ആൻസർ 30%-ൽ കൂടുതലാണ്. 5%. അതിൽ 36 ഉണ്ട് 32 ഉണ്ട്. ഏത് വേണം? 5% എന്ന് പറഞ്ഞാൽ എന്താവും? 10.4. 72 സംതിങ് ആവും. നമുക്ക് അത്രയില്ല, 68 ഉള്ളൂ. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ നന്നായിട്ട് കുറച്ചുകൂടെ മനസ്സിലാവണമെങ്കിൽ പെർസെന്റേജിന്റെ ക്ലാസ് കണ്ടേ പറ്റും. ഈ ലെവലിൽ പഠിച്ചെങ്കിലേ പറ്റും.
അല്ലാത്തവർ എങ്ങനെയായിരിക്കും ചെയ്യുന്നത്? 68/208 ഇൻറ്റു 100 ചെയ്തിട്ട് ഇതിന്റെ കാൽക്കുലേഷൻ വെട്ടാനുള്ളതൊക്കെ വെട്ടി 17 കൊണ്ട് 4 കൊണ്ടൊക്കെ വെട്ടി. വേണ്ട, എന്തിന് ആവശ്യമില്ല. അത് പോയിന്റ് വരെ കണ്ടുപിടിക്കേണ്ടി വരും. അപ്പൊ വലിയ ക്വസ്റ്റ്യൻസിലൊക്കെ എന്ത് ചെയ്യും? ഇത് യൂസ് ചെയ്യും. ഇവിടെ വേറെ എക്സാം മെത്തേഡ് എന്നുള്ള ഇത് ഫാസ്റ്റ് ആയിട്ട് ചെയ്യും. അത് മാത്രമേ ഉള്ളൂ ഇവിടുത്തെ എക്സാം മെത്തേഡ് എന്ന് പറയും. അടുത്തൊരു ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കി ചെയ്യാൻ പറ്റുമോ നോക്കി. ഇപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത്, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദ നമ്പർ ഓഫ് യൂണിറ്റ്സ് മാനുഫാക്ചർഡ് ബൈ എ കമ്പനി എ വാസ് 12,500 ഇൻ 2019 ആൻഡ് 16,625 ഇൻ 2020. കമ്പനി ബി എന്താ? പ്രൊഡക്ഷൻ ഫെൽ ഫ്രം 34,000 യൂണിറ്റ്സ് ടു 30,600 യൂണിറ്റ്സ് ഇൻ 2020. എക്സ് ആൻഡ് വൈ ആർ ദ പെർസെന്റേജ് ഡിക്രീസ് ഇൻ നമ്പർ ഓഫ് യൂണിറ്റ്സ് മാനുഫാക്ചർഡ് ഇൻ കമ്പനി എ ആൻഡ് ബി റെസ്പെക്റ്റീവ്ലി ഫ്രം 2019-20. then what will be the ratio of x and y? ഇത് കാൽക്കുലേഷൻ സ്പീഡ് ഉള്ളവർക്ക് ഒരു മാസ്റ്റർ പീസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ. കാൽക്കുലേഷൻ സ്പീഡ് ഉള്ളവർ എന്ത് ചെയ്യും? 12,500 നിന്ന് 16,625 ഇതിന്റെ പെർസെന്റേജ് ചേഞ്ച് പേന പോലും എടുക്കുക ചെയ്യും. പേന പോലും എടുക്കുക ചെയ്യുന്ന പറഞ്ഞാൽ എത്രയാണ് കുറവ്? 16,625 12,500. 16,625 കൂടെ 375 കൂട്ടിയാൽ 11,000 ആവും. പിന്നെ ഒരു 1,500 കൂടെ കൊടുത്താൽ 12,500. 11,000-ഉം 1,500-ഉം 375 1,875 ആണ് കുറഞ്ഞത്. 1,875 എന്ന് പറഞ്ഞാൽ ഇതിന്റെ എത്ര ശതമാനം? 10%. 1,250 അതിന്റെ പകുതി 625 രൂപ കൂട്ടുന്നതാണ് 15%. എക്സിന്റെ വാല്യൂ 15ആണ്. 15ആണ്. ഇതേ എഴുതത്തുള്ളൂ. വൈഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ എത്ര? 334,000 നിന്നും എത്ര കുറഞ്ഞ്? 400 കൂട്ടിയാൽ 31,000 പിന്നെ 3,000 3,400. 34,000 3,400 എത്ര ശതമാനം? 10%. 15:10 ഇത് നന്നായിട്ട് കാൽക്കുലേഷൻ ചെയ്യുന്ന, ഡെയിലി കാൽക്കുലേഷൻ എക്സസൈസ് ചെയ്യുന്ന, നന്നായിട്ട് പെർസെന്റേജ് ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ച ഒരാൾ, കംപ്ലീറ്റ് ആയിട്ട് ഞാൻ പറയുന്നത് വാക്കുകൾ ശ്രദ്ധിക്കും, കംപ്ലീറ്റ് ആയിട്ട് പഠിച്ച ഒരാൾ ഇങ്ങനെയായിരിക്കും ചെയ്യുന്നത്. പിന്നെ അല്ല ഇതിന്റെ ബേസിക് ആയിട്ടുള്ള മെത്തേഡ് വേണമെങ്കിൽ എന്താണ്? എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് എന്ന് പറഞ്ഞാൽ ആ കുറവിനെയാണ്, കുറവിന്റെ പെർസെന്റേജ് ആണ്. എക്സാം മെത്തേഡ് നമ്മൾ കഴിഞ്ഞു. ബെനിഫിറ്റ് ക്വസ്റ്റൻ ആണ്. തിരഞ്ഞെടുക്കാതെ ചെയ്യേണ്ട ക്വസ്റ്റൻ ആണ്. ആ ലെവലിൽ പഠിക്കണം. ആ ലെവലിൽ ആദ്യം മുതൽ പഠിക്കണം. പെർസെന്റേജ് ഒരു 6-7 മണിക്കൂർ പഠിക്കാനുള്ള കാര്യങ്ങളുണ്ട്. അല്ല ഒരു 10 മണിക്കൂർ ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. ഇത് ആ ലെവലിൽ പഠിച്ചാൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും. ബേസിക് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിഫറൻസ് എടുക്കുക. 12,500 നിന്ന് എത്രയാണ് കുറഞ്ഞത്? 16,625 കുറഞ്ഞത്. അത് 12,500 എത്ര ശതമാനം? വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? 34,000 നിന്നും 30,600 കുറഞ്ഞത്. അത് 34,000 എത്ര ശതമാനം നോക്കുക? ഇൻറ്റു 100. അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന ഒരാളും അല്ലാതെ പഠിച്ച് ചെയ്യുന്ന പെർസെന്റേജ് പഠിച്ച് ചെയ്യുന്ന ഒരാളും നമ്മൾ വ്യത്യാസം നോക്കും. അപ്പൊ ഇതെത്ര വരും? നമുക്ക് കുറച്ചെടുക്കുക. കുറയ്ക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു. ചെറുതിന് വലുത് കൂട്ടുമ്പോൾ എത്ര കിട്ടും? എത്ര? 1,875 12,500 എത്ര ശതമാനം? അതുപോലെ ഇവിടെ 3,400 34,000 എത്ര ശതമാനം? ഇത് കാണുമ്പോൾ തന്നെ 10%. ഞാൻ ചെയ്ത് എങ്ങനെയാന്ന് പറയാം. ഇൻറ്റു 100 ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇൻറ്റു 100 ചെയ്ത പെർസെന്റേജ് ചെയ്താൽ നിങ്ങൾ അങ്ങനെ ആയിരിക്കും കണ്ടുപിടിക്കുന്നത്. 15 കിട്ടും. അല്ല ചെയ്യുന്നത് എങ്ങനെ? ഇതിന്റെ 10% 1,250. അതിന്റെ കൂടെ എത്ര കൂടിയിരിക്കുന്നത്? 625 കൂടിയിരിക്കുന്നത്. 625 ഇതിന്റെ എത്ര ശതമാനം? 5%. അപ്പോൾ 10%, 5%. ഇത് എത്രയാണ്? 15%. അല്ല നിങ്ങൾ 5 വെച്ച് കിട്ടി. ഇൻറ്റു 100 ചെയ്ത് 5 വെച്ച് കിട്ടിയാലും 15 കിട്ടും. എക്സിന്റെ വാല്യൂ എന്ത് കിട്ടി? 15%. വൈയുടെ വാല്യൂ എന്ത് കിട്ടും? 3,400 34,000. ഇത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഒരു സ്ഥാനം മാറ്റി പോയിട്ട് നമുക്ക് എന്ത് കിട്ടും? 10% കിട്ടും. 3,400 36,000 എത്ര ശതമാനം? ശതമാനമാണ്. റേഷ്യോ 15:10. എങ്ങനെ ചെയ്യണമെന്ന് നിങ്ങൾ തീരുമാനിക്കാം. എങ്ങനെ പഠിക്കണമെന്ന് ഇങ്ങനെ തന്നെ ചെയ്യാൻ നോക്കാം. തന്നെ ചെയ്യാൻ നോക്കാം കേട്ടോ. A is 20% less than B and C is 30% more than D. ഒരുപാട് പേർക്ക് ഡൗട്ടുകൾ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ പഠിച്ചു വെക്കുക. അത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ 10 ക്വസ്റ്റ്യൻ ചെയ്യുന്നത് നിങ്ങൾ ഒരു 100 ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് ഈക്വൽ ആണ്. ഓക്കെ, ആ ഒരു ലെവലിൽ നിങ്ങൾ 60 ക്വസ്റ്റ്യൻ ചെയ്തെങ്കിൽ അത് അതിലും 500 ക്വസ്റ്റ്യൻ ചെയ്തതിന്റെ ഗുണമാണ് നിങ്ങൾക്ക് തരുന്നത്. ലെവലിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കണം. A is 20% less than B and C is 30% more than D. If D is 25% less than A, which of the following is true? അപ്പോൾ നമുക്ക് A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്, D ഉണ്ട്. A is 20% less than B. 20% എന്ന് പറഞ്ഞാൽ 1/5 ആണ്. പെർസെന്റേജ് ക്ലാസ്സിൽ കംപ്ലീറ്റ് ആയിട്ട് പഠിപ്പിച്ചു. ലെസ് ദാൻ B. B 5 ആണെങ്കിൽ A എത്രയാണ്? 1 കുറച്ച് 5ന്റെ 20% 1 കുറച്ച് A എത്രയാണ്? 4. അടുത്ത കേസിൽ എന്താ പറയുന്നത്? C is 30% more than D. C D യേക്കാളും 30% more. 30% എന്ന് പറഞ്ഞാൽ 3/10 ആണ്.
ഡി 10 ആണെങ്കിൽ സി എത്രയാണ്? 13. ഡി ഈസ് 25% ലെസ് ദാൻ എ. അപ്പൊ എ 25% 1/4 ആണ്. 1/4 ആണ്. അപ്പൊ എ 4 ആണെങ്കിൽ ഡി എത്ര എന്ന് പറയുന്നത്? ഡി 1 കുറച്ച് 3 ആണ്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ ഡി പറയുന്നു ഡി 10 ആണ്, ഇവിടെ പറയുന്നു ഡി 3 ആണ്. അപ്പൊ എന്ത് ചെയ്യണം? ഇതിനെ രണ്ടിനെ ഒന്ന് കോംപ്രമൈസ് ആക്കണം. കോംപ്രമൈസ് ആക്കണം പറഞ്ഞാൽ എന്ത് ചെയ്യാം? ഈ ഒരു റേഷ്യോ രണ്ടിനെ, ഇവിടെ സിയും ഡിയും ആണെന്നല്ലോ തന്നിട്ടുള്ളത് റിലേഷൻ, സിയും ഡിയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ റേഷ്യോ മൊത്തത്തിൽ എന്ത് ചെയ്യണം? ചേഞ്ച് ചെയ്യും. ഇവിടെ നമുക്ക് 3ന്റെ മൾട്ടിപ്പിൾ ആക്കാം. 3 കൂടി എന്താവും? സി എന്താവും? ഇത് 3 ഇവിടെ ഇൻറ്റു റേഷ്യോയെ സെയിം 13/10 തന്നെ പറഞ്ഞാൽ എന്ത് ചെയ്യണം? രണ്ടിടത്തും 3 ഗുണിക്കണം. സി 39 ആകുമ്പോൾ ഡി എത്ര ആവും? 30. അപ്പോൾ ഡി 3 ആകുമ്പോൾ എ എത്രയാണ്? 4 ആണ്. അപ്പോൾ ഡി 30 ആകുമ്പോൾ എ എത്ര വരും? 40. ഇത് 30 ആകുമ്പോൾ എന്താവും? എ എത്ര ആവും? എ 40 ആകുമ്പോൾ ബി എത്ര ആവും? 50. എന്നുള്ള വ്യത്യാസം. എ 40 ആകുമ്പോൾ ബി 50 ആവും. 10 കൊണ്ട് ഇവിടെ വിളിച്ചാൽ ഇവിടെയും 10 ഗുണിക്കണം. എ ബിയുടെ റിലേഷൻ ആണ്. അപ്പൊ നമുക്ക് റേഷ്യോ കിട്ടും 40 റേഷ്യോ 50 റേഷ്യോ 39 റേഷ്യോ 30. ഇപ്പൊ എന്ത് ചെയ്യും? എല്ലാ റേഷ്യോയും ഈ ക്വസ്റ്റിന്റെ ബ്യൂട്ടി എന്താണ്? അതാണ് ഈ ക്വസ്റ്റിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നോക്ക്. ഇവിടെ 40 9 39 30. ഓക്കെ, ഇനി നമുക്ക് എന്താണ് കിട്ടുന്നത്? അപ്പൊ ഇവിടെ നോക്കാം, ബിയും സിയും എല്ലാം ബി സി റിലേഷൻ. അപ്പൊ ബിയെ സിയും ഞാൻ എടുത്തു. ഞാൻ പെർസെന്റേജ് എളുപ്പത്തിലാക്കാൻ വേണ്ടി എന്ത് ചെയ്തു? രണ്ടും കൊണ്ട് 100 റേഷ്യോ 70. അതായത് ബി 100 ആണെങ്കിൽ സി എത്താണ്? 70. 50/39 റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ കോമൺ ആയിട്ട് രണ്ടിടത്ത് ഒരേ വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ചേഞ്ച് ഒന്നും വരുന്നത്. അപ്പൊ ബി സി എന്ത് വന്നു? 100/70 വന്നു. അപ്പോൾ നോക്കാം, കാര്യം എല്ലായിടത്തും ബി സി ആണ്. ഓപ്ഷൻ കൂടെ നോക്കാം. ഇവിടെ സി എന്ന് പറഞ്ഞാൽ 72 എന്ന് പറഞ്ഞാൽ 0.39 ബി ആണോ? അല്ല, 0.39 എന്ന് പറഞ്ഞാൽ 39 വരും. ബി ഈക്വൽ ടു 0.39 സി ആണ്. ബി എന്ന് പറഞ്ഞാൽ 0.39 സി അല്ല, 78 39 അല്ല ബി 100 എന്ന് പറഞ്ഞാൽ. സി എന്ന് പറഞ്ഞാൽ 0.78 ബി, അതാണ് സി. 78 എന്ന് പറഞ്ഞാൽ 0.78 × 100 കറക്റ്റ് ആണ്. 72 എന്ന് പറഞ്ഞാൽ 0.78 × 100. ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഈ ഒരു സംഭവം, ഈ ഒരു റേഷ്യോ എന്ത് ചെയ്യുന്നത്, റേഷ്യോ സെറ്റ് ആകുന്നത് ഒന്ന് പഠിച്ചു. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടന്റ്. നിങ്ങൾക്ക് അല്ലാതെ 100 വെച്ചൊക്കെ ചെയ്യാം. 100 വെച്ചൊക്കെ ചെയ്യാൻ കാൽക്കുലേഷൻ കൂടുതലാണ്. കാൽക്കുലേഷൻ കുറവുള്ള മെത്തേഡിലൂടെ ചെയ്യാൻ നോക്കാം. A, B, C are 3 students. A got 36% less marks than B and 16% more than C. എയുടെ കാര്യം മാത്രമാണ് പറയുന്നത്. എക്ക് ബി യെക്കാളും 36% ലെസ് മാർക്കാണ് കിട്ടിയത്. സി യെക്കാളും 16% കൂടുതൽ മാർക്ക് കിട്ടുകയും ചെയ്തു. ഇഫ് ബി ഗോട്ട് 145 മാർക്ക്, then what are the marks obtained by C? ഈ ക്വസ്റ്റ്യൻ പലരും എ ബി സി എന്നൊക്കെ പറഞ്ഞ് ചെയ്യും. 100 എടുത്ത് 36% ലെസ്, 64 ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇതിന്റെ ആവശ്യമില്ല. ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? ഡിക്ക് 145 മാർക്ക് കിട്ടി. 145 ഇവിടെ ഈ ഒരു പോയിന്റിൽ നിന്ന് എന്ത് ചെയ്യാം? ചെയ്യാം. ബിക്ക് എത്ര മാർക്ക് കിട്ടി? 145 മാർക്ക്. ഈ 145 ബിയുടെ മാർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? എക്ക് 36% ലെസ് മാർക്സ് ദാൻ ബി. അതായത് ബി 100% ആയിരുന്നെങ്കിൽ എക്ക് എത്ര മാർക്ക് കിട്ടിയ? 36% കുറച്ച്. ബിയുടെ 36% കുറച്ച് ആണ് താൻ കഴിഞ്ഞ് വരുന്ന ബി ആണ് നമ്മുടെ ബേസ്. ബിയുടെ 100% ആണെങ്കിൽ എക്ക് എത്രയാണ്? ബി ആണ്. എന്നാൽ 36 കുറച്ച് 66% ബി ആണ് എയുടെ മാർക്ക്. മനസ്സിലാൻ വേണ്ടി ഇങ്ങനെ എടുക്കും. ഇനി ഇത് എയുടെ മാർക്ക്. സിയിലോട്ട് എത്തണമെങ്കിലോ എക്ക് കിട്ടിയ എന്താണ്? 16% മോർ മാർക്സ് ദാൻ സി ആണ്. സിയുടെ മാർക്കിന്റെ 100% സിയുടെ മാർക്കെങ്കിൽ 116% ഓഫ് സിയുടെ മാർക്കാണ് നമുക്ക് എക്ക് കിട്ടിയത്. അതാണ് ഈ വാല്യൂ. എന്നാൽ സിയുടെ മാർക്ക് എന്ന് പറഞ്ഞാൽ സിയുടെ 100%. എഴുതേണ്ട ആവശ്യമില്ല, ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ. പെർസെന്റേജ് പോയി ഇത് പോയി ഇതും പോയി. നമുക്ക് എന്ത് ചെയ്യാം? ഈ 100 പോയി. 29 × 5 ആണ്. 29 × 4 ആണ്. 4 × 60 16 ആണ്. 16 5 ഇത് കാൽക്കുലേഷൻ എങ്ങനെ ചെയ്യുന്നത്? എക്സാം ചെയ്തത് 145 ആണ് കിട്ടിയത്. ഇതെന്ന് പറഞ്ഞാൽ 100 ആണെങ്കിൽ എക്ക് എത്രയാണ്? 67% ആണ്. ഇതെന്ന് പറഞ്ഞാൽ സിയുടെ 116% എന്നാൽ 100 വേണം. എന്ത് ചെയ്യാം? 100 പോയി. 29 × 4 29 × 5 കാൽക്കുലേഷൻ ഡെയിലി എക്സസൈസ് ചെയ്യാം. കാൽക്കുലേഷന് 16 80 മാർക്കാണ് ആർക്ക് കിട്ടിയത്? സി. നിങ്ങൾ റേഷ്യോ എടുക്കേണ്ട ആവശ്യം റേഷ്യോ എടുത്താൽ ഇതേപോലെ കിടത്തുള്ളൂ. അടുത്ത നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. റേഷ്യോയുടെ ക്വസ്റ്റ്യൻ എന്ന് പറയാൻ പെർസെന്റേജ് ക്വസ്റ്റ്യൻ ആണ്. A certain number of students, ഇത് മെയിൻസിന്റെ ക്വസ്റ്റ്യൻ. Certain number of students from school X appeared in an examination and 30% of the students failed. 150% more students than those from school X appeared in the same examination from school Y. If 80% of total number of students who appeared from X and Y passed, then what is the percentage of students who failed from Y? ഇത് നമുക്ക് എന്ത് ചെയ്യാം? അലിഗേഷൻ എന്ന് പറയുന്ന ആ ഒരു ഇമ്പോർട്ടന്റ് മാജിക് മെത്തേഡ് വെച്ച് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ആ ഒരു ക്ലാസ് കാണും അലിഗേഷൻ. അപ്പോൾ എക്സ് എന്നുള്ള കുട്ടികൾ, വൈ എന്നുള്ള കുട്ടികൾ, ഇവരുടെ റേഷ്യോ എന്താ പറയുന്നത്? സി എന്നുള്ള ആൾക്കാർ 100 ആണെങ്കിൽ 150% മോർ സ്റ്റുഡൻസ്. 100 ആണെങ്കിൽ 100-നേക്കായി 150 കൂടുതൽ, 250 ആണ് വൈ എന്ന് പറഞ്ഞത്. നമുക്ക് റേഷ്യോ എടുക്കുമ്പോൾ 50 കിട്ടുമ്പോൾ 2:5 ആണ് ഇവരുടെ റേഷ്യോ. ഇതാണ് നമ്പർ ഓഫ് സ്റ്റുഡൻസിന്റെ റേഷ്യോ. ഇനി എന്താ പറയുക? നമുക്ക് ഫെയിൽഡ് ആയിട്ടുള്ള ആൾക്കാരുടെ റേഷ്യോ ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഫെയിൽഡിലായിട്ടുള്ള പെർസെന്റേജ് മാത്രമേ ഉള്ളൂ.
എക്സിൽ നിന്ന് എത്ര 30% പേര് ഫെയിലായി. എക്സിന്റെ താഴെ എന്ത് ചെയ്യാം? എക്സിന്റെ താഴെ 30% ഫെയിൽ. വൈ എന്താ? വൈ എന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞിട്ടുണ്ട്. അതാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദ പെർസെന്റേജ് സ്റ്റുഡൻസ് ഹു ഫെയിൽഡ് ഫ്രം വൈ. അപ്പൊ നമ്മൾ അലിഗേഷൻ എന്തിലാണ് ചെയ്യുന്നത്? ഫെയിൽഡ് സ്റ്റുഡൻസ്, ഫെയിൽഡ് പെർസെന്റേജിലാണ് അലിഗേഷൻ ചെയ്യുന്നത്. വൈ എന്നുള്ളവരെ നമുക്ക് അറിഞ്ഞൂടാ കണ്ടുപിടിക്കണം. ടോട്ടൽ എന്താവും? 80% ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു അപ്പിയർഡ് ഫ്രം എക്സ് ആൻഡ് വൈ പാസ്ഡ്. 80% ടോട്ടൽ ആൾക്കാരുടെ 80% പാസ്സായാൽ എന്താ? ഇവിടെ ഫെയിലിലായിരുന്നു 80%, ടോട്ടൽ ആൾക്കാരുടെ 80%. അത് പാസ്സായാൽ 20% എന്താ? അതുകൊണ്ടാണ് ഈ 20 100 - 80% ടോട്ടൽ ആൾക്കാർ പാസ്സായാൽ 20% പേര് ഫെയിലായി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നേരത്തെ ചെയ്തതുപോലെ ഇവിടെ 5 യൂണിറ്റിന്റെ വാല്യൂ ആണ്, റേഷ്യോയുടെ 5 യൂണിറ്റിന്റെ വാല്യൂ ആണ് 10% വന്നിട്ടുള്ളത്. അപ്പൊ 2 യൂണിറ്റിന്റെ വാല്യൂ എന്തായിരിക്കും? 5 10 ആയാൽ എത്ര കൊണ്ട് വിളിച്ചിരിക്കുന്നത്? 2 കൊണ്ട് വിളിച്ചിരിക്കുന്നത് 2 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഇൻറ്റു 2, 2 × 2 4%. ഇവിടെ നിന്ന് ഇങ്ങോട്ട് കുറയുവാണ്. രണ്ട് എക്സ്ട്രീമിന്റെ ഇടയ്ക്കായിരിക്കും നമ്മൾ ഈ മിഡിൽ വാല്യൂ. ഇത് മിഡിൽ വാല്യൂ ആയിരിക്കും, അല്ലെങ്കിൽ മിഡിൽ എന്ന് പറഞ്ഞാൽ ഇടയ്ക്കുള്ള വാല്യൂ. അപ്പൊ അതിൽ നിന്ന് കുറഞ്ഞ് ഇങ്ങോട്ട് എന്തായിരിക്കും? കുറവായി. അപ്പൊ അതിൽ നിന്ന് 10 കുറഞ്ഞു 20 എത്തി. 20 ൽ നിന്ന് 4 കുറഞ്ഞ് എത്ര വരും? 16% വരും. 16% ആയിരിക്കും നമ്മളുടെ വൈയിൽ നിന്നും ഫെയിൽ ആയിട്ടുള്ള ആൾക്കാരുടെ എണ്ണം. ഇത് മനസ്സിലാവാത്ത ആൾക്കാരുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അലിഗേഷൻ ക്ലാസ് കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ഈ സീരീസ് തീരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരുപാട് ക്ലാസ് ഇതുപോലെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് എക്സാം ആകുമ്പോഴത്തേക്കും 50-ൽ പുറത്ത് ഇതേപോലെ ക്വസ്റ്റ്യൻ, 100-ൽ പുറത്ത് ക്വസ്റ്റ്യൻസ് ഇതേ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യും. അപ്പോൾ അതിന്റെ ഇടയ്ക്ക് ഞാൻ ബേസിക് കാര്യങ്ങൾ കാണാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് പഠിക്കുവാണെങ്കിൽ അങ്ങനെ പഠിക്കും, ക്ലാസ്സിൽ എടുത്ത് പഠിക്കുവാണെങ്കിൽ അങ്ങനെ പഠിക്കും. കംപ്ലീറ്റ് ആയിട്ട് കേൾക്കാം. നിങ്ങളുടെ ഇഷ്ടം, നന്നായിട്ട് പഠിക്കും. ആൻസർ കിട്ടും, 100% കിട്ടും. എല്ലാവർക്കും ഇന്നത്തെ 10 ക്വസ്റ്റ്യൻസ് വളരെയധികം യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ മാക്സിമം വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നന്നായിട്ട് കാണണം. എല്ലാ ക്ലാസ്സുകളും കണ്ട് പഠിക്കാൻ ശ്രമിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ക്ലാസ്സിൽ വേണ്ടവർ എടുത്ത് നന്നായിട്ട് പഠിക്കാൻ നോക്കാം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് സമയം വരാം.